ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 കാര്യങ്ങളാണ്. എന്താണ് ഒരു ഫണ്ടഡ് അക്കൗണ്ട്, എങ്ങനെ ഒരു ഫണ്ടഡ് അക്കൗണ്ടിനെ പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ഒരു ഫണ്ടഡ് അക്കൗണ്ടിനെ ഫിൽട്ടർ ചെയ്തെടുക്കാം, അതായത് ഡിഫറെൻറ്റ് കമ്പനീസിൽ നിന്ന് നല്ലൊരു ഫണ്ടഡ് അക്കൗണ്ട്സിനെ എങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. 4-മതായിട്ട് ബിഗിനേഴ്സിന് ഫണ്ടഡ് അക്കൗണ്ട്സ് ആണോ അതോ ലൈവ് അക്കൗണ്ട്സ് ആണോ ബെറ്റർ. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം. എന്താണ് ഫണ്ടഡ് അക്കൗണ്ട്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ട്രേഡ് ചെയ്യാൻ ഒരു സ്കില്ലുണ്ട്, അതായത് എനിക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം, പക്ഷേ എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല. മിക്ക ബിഗിനേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇതല്ലേ. അതായത് അവർക്ക് ട്രേഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കാര്യങ്ങൾ കാണും, പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജി കാണും, പക്ഷേ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ക്യാപിറ്റൽ അവിടെ കാണില്ല. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു കമ്പനി, അതാണ് പ്രോഫേം എന്ന് പറയുന്നത്. ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ മറ്റൊരു പേരാണ് പ്രോഫേം. അപ്പോൾ ഈ പ്രൊപ്രൈറ്ററി ഫേംസ് അല്ലെങ്കിൽ പ്രോഫേംസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം സ്കില്ലുണ്ടോ എന്നത് ടെസ്റ്റ് ചെയ്യും. ഒന്ന് പ്രോപ്പറായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഫേസിലുള്ള ടെസ്റ്റ് കാണും. നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ കൊടുക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, ചെറിയൊരു ഫീസ് കാണും, ഡിപ്പെൻസ് ഓൺ ഫേം. പല ഫേമിനും പല ഫീസ് ആയിരിക്കും. അപ്പോൾ ലെറ്റ്സ് നമുക്കൊരു $50 എന്ന് എടുക്കാം മിനിമം. ഒരു $50 ഫീസ് അടച്ചിട്ട് ഒരു രജിസ്ട്രേഷൻ അവിടെ ചെയ്യുന്നു. ഒരു $5000 അക്കൗണ്ട് സൈസ് ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ 2 ഫേസിൽ നമുക്ക് ടെസ്റ്റ് ആയിരിക്കും. അതായത് അവർ പറയുകയാണ്, ഞങ്ങൾ $5000 ഒരു സിമുലേറ്റഡ് അക്കൗണ്ട്, അതായത് ഒരു ഡെമോ അക്കൗണ്ട് തരാം. അതിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കുവാണെങ്കിൽ, ലെറ്റ്സ് ഒരു 8% അല്ലെങ്കിൽ ഒരു 10% പ്രോഫിറ്റബിൾ ആക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ലൈവ് അക്കൗണ്ട്സിലേക്ക് പോകാം, അതായത് റിയൽ മണിയിലേക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു കടമ്പ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് എടുക്കുക. അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് 2 ഫേസ് ടെസ്റ്റും പാസ്സായി കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ലൈവ് അക്കൗണ്ട് തരും. നേരത്തെ പറഞ്ഞ പോലെ ഒരു $5000 അക്കൗണ്ട് തരും. അപ്പോൾ പിന്നീടുള്ള ടൈമിൽ നമ്മൾ അതിൽ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ലെറ്റ്സ് ഒരു മാസം നമ്മൾ ട്രേഡ് ചെയ്തു, ഒരു 30 ഡേയ്സ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പ്രോഫിറ്റ് നമ്മളൊരു $1000 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെന്നിരിക്കാം എക്സാമ്പിളായിട്ട്. അപ്പോൾ ഈ $1000 80% നമുക്കെടുക്കാം, 20% പ്രോഫേമിന് കൊടുക്കണം, കമ്പനിക്ക് കൊടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ട്രേഡ് ചെയ്യാൻ സ്കില്ലുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള സ്റ്റേജിൽ നമ്മൾ പൈസ തന്ന് സഹായിക്കുന്ന ഒരു കമ്പനി, അതാണ് പ്രോഫേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഈ ഒരു കാര്യമുണ്ട്, പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് പ്രോപ്പർ ട്രേഡിംഗ് മെത്തേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് എത്താനും പറ്റത്തുള്ളൂ. അപ്പോൾ പറയുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. കാരണം ഒരാൾ നമുക്ക് ഫണ്ട് തരുമ്പോൾ ജസ്റ്റ് ലോജിക്ക് പരമായി ചിന്തിച്ച് നോക്കുക, വെറുതെ ഫണ്ട് തരത്തില്ല, നമ്മൾ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണോ എന്ന രീതിയിൽ തെളിയിച്ചാൽ മാത്രമേ എന്തുണ്ട് ഫണ്ട് തരത്തുള്ളൂ. അപ്പം ഇതാണ് ബേസിക്കായിട്ട് പറഞ്ഞാൽ, ഒരു സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ 2-മത്തെ ഓപ്ഷൻ, എങ്ങനെ ഒരു ഫണ്ടഡ് അക്കൗണ്ടിനെ അപ്രോച്ച് ചെയ്യാം. ഫണ്ടഡ് അക്കൗണ്ട്സിനെ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ ലൈക്ക് നമുക്ക് പ്രോപ്പറായൊരു ട്രേഡ് പ്ലാന് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ലൈക്ക് നിങ്ങൾ ഒരു ദിവസം ട്രേഡ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ ട്രേഡ് എടുത്തത്, അതിൻ്റെ റിസ്ക് അപ്പേച്ചർ എത്രയാണ്, അതുപോലെ പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രേഡ് പ്ലാൻ. ഓക്കെ, ലൈക്ക് നമ്മളൊരു ജോബ് എങ്ങനെയാണോ ചെയ്യുന്നത്, ഇപ്പോൾ 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്താണ് ചെയ്യുന്നത്, രാവിലെ 9 മണിക്ക് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ 5 വരെ 5 മണി അല്ലെങ്കിൽ 4 മണി വരെ നമ്മൾ ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഒരു ജോബ് എന്ന് പറയുന്നത്. അപ്പം അതേ അപ്രോച്ചിൽ അല്ലെ അതേ മൈൻഡ് സെറ്റിലൂടെ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ടിനെ അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ പാസ്സാക്കി എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് പ്രോപ്പർ വേ. അതായത് നിങ്ങൾ പ്രോപ്പർ ഡിസിപ്ലിൻ, പ്രോപ്പർ ട്രേഡ് പ്ലാൻ, നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി, അതും 100% വർക്കിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഒന്നും വേണ്ട, അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ള കാര്യം റിയാലിറ്റി മനസ്സിലാക്കുക. സോ നമുക്കൊരു 50-50 പ്രോബബിലിറ്റി, അതായത് 50% മതി. അതായത് നിങ്ങളൊരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കും, 5 ട്രേഡ് പ്രോഫിറ്റബിൾ ആവും അല്ലേ. 5 ട്രേഡിൽ നഷ്ടം വരും, 5 ട്രേഡിൽ ലാഭം കിട്ടും. അത് മതി നമുക്ക്. നമ്മൾ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഫസ്റ്റ് ഒരു ട്രേഡ് പ്ലാൻ ബിൽഡ് ചെയ്ത് വെക്കണം. അതായത് പ്രോപ്പർ സ്ട്രാറ്റജി കാര്യങ്ങൾ, നമ്മൾ ഇന്ന ടൈമിൽ ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിച്ചാലാണ് ട്രേഡ് ചെയ്യുള്ളൂ. അതാണ് ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ പാസ്സാക്കി എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഉള്ളൊരു മെത്തേഡ്. പ്രോപ്പർ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം ഫണ്ടഡ് അക്കൗണ്ട്സിലേക്ക് പോവുക. ഓക്കെ, ഇനി ഉള്ളൊരു കാര്യം, ഈ ഫണ്ടഡ് അക്കൗണ്ട്സിനെ നമുക്ക് എങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടുവരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്കാം ഫേംസുകൾ ഉണ്ട്. സ്കാം ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ, നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്ന ടൈമിൽ നമുക്കതൊരു ഹെക്ടിക് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് അല്ലേ. ഒരു മേ ബി ഒരു 3, 4, 5 മാസമൊക്കെ എടുത്തായിരിക്കും ഒരു ടെസ്റ്റ് പാസ്സായി ഒരു ലൈവ് ഫേസിലോട്ട് വരുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ ഇങ്ങനെ ചിന്തിച്ച് നോക്കാം, ഞാനൊരു ഫേമിൽ രജിസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞിട്ട്
ഞാൻ ടെസ്റ്റ് എടുത്തു. അപ്പോൾ ഈ പറയുന്ന ഒരു 2 ഫേസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 2 ഫേസിലും കൂടെ ഒരു 1 മന്ത് ഈച്ച് എടുത്തു. ലൈക്ക് ഒരു 2 മന്ത്സ് ടോട്ടലി ഞാൻ ടെസ്റ്റ് ഫേസിന് മാത്രം പോയി. ഓക്കെ, അത് കഴിഞ്ഞ് ലൈവ് ഫേസ് എത്തി. അതായത് ഞാൻ പാസ്സായി, എല്ലാം ഓക്കെ ആണ്, എനിക്ക് അവർ ലൈവ് അക്കൗണ്ട് തന്നു. അപ്പോൾ ഞാൻ ഈ ലൈവ് അക്കൗണ്ട് ട്രേഡ് ചെയ്ത് 30 ഡേയ്സ് കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് വിഡ്രോവൽ അല്ലെങ്കിൽ പേ ഔട്ട് എലിജിബിൾ ആവത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അതും ഓക്കെ ആയി, അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയി. നേരത്തെ പറഞ്ഞ ഒരു $1000 എന്ന് എടുക്കാം, $1000 പ്രോഫിറ്റബിൾ ആയി. അപ്പോൾ ഫണ്ട് അക്കൗണ്ട്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നത് 80% ആണ് നമുക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ലൈക്ക് ഓക്കെ $1000 ഉണ്ട്, സോ $800 സംതിങ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വിഡ്രോവൽ അല്ലെങ്കിൽ പേ ഔട്ട് എടുക്കുന്ന ടൈമിൽ ആണ് ശരിക്കും ഈ ഫേംസ് സ്കാം ആണോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ പേ ഔട്ട് എടുക്കുന്ന ടൈമിൽ മീൻസ് പേ ഔട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും റീസൺസ് പറഞ്ഞത് ഡിനേ ചെയ്യും. ഒന്നെങ്കിൽ പറയാം നിങ്ങളെടുത്ത IP അഡ്രസ്സ് വേറെയാണ്, ലൈക്ക് IP ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ലോട്ട് സൈസ് കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൽ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വിഡ്രോവൽ ഡിനേ ചെയ്യുന്നതാണ് മെയിൻ ഇഷ്യൂ. പിന്നെ രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പ്രോപ്പർ ആണോ അല്ലെങ്കിൽ പ്രോപ്പർ വർക്കിംഗ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന ഫേസിൽ അല്ലെങ്കിൽ ടെസ്റ്റ് തൊട്ട് പാസ്സായി തൊട്ട് അപ്പുറത്തെ ഫേസിലോട്ട് ലൈവ് ഫേസിലോട്ട് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ടെസ്റ്റ് ഫേസിൽ ഡെമോ അക്കൗണ്ട്സ് ആയിരിക്കും, അതായത് സിമുലേറ്റഡ് അക്കൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സിമുലേറ്റഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം, റിയൽ അക്കൗണ്ട് മീൻസ് നമ്മുടെ ശരിക്കുള്ള പൈസ ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ, അതായത് ലിക്വിഡിറ്റി പ്രൊവൈഡർ LP ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ അവിടെ നമുക്ക് സ്പ്രെഡ് വളരെ മിനിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ മേ ബി സ്പ്രെഡ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ കാണും, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ സ്പ്രെഡ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഫോറക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്പ്രെഡ് വളരെ മിനിമം ആയിരിക്കും എപ്പോഴും ഒരു റിയൽ മണിയുള്ള അക്കൗണ്ടിൽ. പക്ഷേ ഒരു സിമുലേറ്റഡ് അക്കൗണ്ട് ആണെങ്കിൽ സ്പ്രെഡ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഫണ്ടഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫണ്ടഡ് അക്കൗണ്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അത് സിമുലേറ്റഡ് അക്കൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പേ ഔട്ട്സ് കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് അപ്പോഴേ അവിടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്ലിപ്പേജ് ഇഷ്യൂസ് വരും. സ്ലിപ്പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കാത്ത സ്റ്റോപ്പ് ലോസുകൾ അടിക്കുക. അതായത് ലോസ് നമ്മൾ വെച്ചിരിക്കുന്ന മേ ബി ഒരു 1.122 ആ പ്രൈസിലായിരിക്കും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു 1.2 എത്തുമ്പോഴത്തേക്കും ഇത് സംഭവിക്കും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അതിനാണ് സ്ലിപ്പേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോൾ ശരിക്കും അവിടെ ക്യാൻഡിൽസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ 2 ഇഷ്യൂസും പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫണ്ടഡ് അക്കൗണ്ട്സിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇത് ഏകദേശം സ്കാം ആണോ അല്ലേ എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു ഫണ്ടഡിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോപ്പർമിനെ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ, അതായത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റി, അതായത് ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ കയറിയിട്ട് പേ ഔട്ട്സ് കാര്യങ്ങളൊക്കെ റെഗുലർ ആണോ എന്നുള്ളത് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അതായത് പേ ഔട്ട്സ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ടോ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ചെറിയ, അതായത് പേ ഔട്ട്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട്, അതായത് ഇത്ര പേ ഔട്ട് പോയി എന്നൊരു സ്ക്രീൻഷോട്ടേ നമുക്ക് കാണും. അതും 100% ട്രസ്റ്റബിൾ ഒന്നുമല്ല, ലൈക്ക് 50-50 എല്ലാം 50-50 ആണ്. ഇപ്പോൾ ഫോറക്സിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ട്സ് ആണെങ്കിലും ബ്രോക്കേഴ്സ് ആണെങ്കിലും എല്ലാം 50-50 ആണ്. ഓക്കെ, നാളെ എന്ത് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ഫിൽട്ടർ ചെയ്ത് മാത്രം ചൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഉള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിഗിനേഴ്സിന് പറ്റിയതാണോ. അതായത് ബിഗിനേഴ്സ് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, എല്ലാ ബാച്ചസിലും വരുന്നതാണ്, ഫണ്ടഡ് അക്കൗണ്ട്സ് ആദ്യമേ എടുക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇനിഷ്യലി നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട്സ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന് 2 സൈഡുണ്ട്. അപ്പോൾ 2 സൈഡ് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ കാണാം. അതായത് ഫസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് അത് ട്രേഡ് ചെയ്ത് ലൈക്ക് പാസ്സായി അതിൽ നിന്ന് ക്യാപിറ്റൽ ബിൽഡ് ചെയ്ത് ഒരു ലൈവ് അക്കൗണ്ട് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നു, ആ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം പാസ്സാവുന്നു, പേ ഔട്ട് എടുക്കുന്നു, ലെറ്റ്സ് സേ $1000 പേ ഔട്ട് എടുക്കുന്നു. ആ $1000 നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈവ് അക്കൗണ്ട് ഒരു ബ്രോക്കർ രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഒരു മെത്തേഡാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ സിനാരിയോ സംബന്ധിച്ചിടത്തോളം അത്ര ഫീസിബിൾ അല്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും 3-4 മാസം കഴിഞ്ഞ് പേ ഔട്ട് എടുക്കാൻ ചെല്ലുമ്പോഴേ അത് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം അറിയത്തുള്ളൂ. അപ്പോൾ അത് കറണ്ട് സിനാരിയോ വെച്ചിട്ട് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഒരു നല്ല മെത്തേഡല്ല. അപ്പോൾ എപ്പോഴും ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബ്രോക്കറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ലൈവ് അക്കൗണ്ട്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വലിയ എമൗണ്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ബ്രോക്കർ പറയുന്നു ലെറ്റ്സ് സേ നമുക്ക് $100 മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയാം. ചിലതിൽ $50 ഉണ്ട്, ചിലതിൽ അതിലും കുറവുണ്ട്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്, അക്കൗണ്ട് സൈസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു ലൈവ് അക്കൗണ്ട്
ബിൽഡ് ചെയ്ത് അത് മാനേജ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അപ്പോഴും വലിയ എമൗണ്ട്സിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയ എമൗണ്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ $100 എക്സാമ്പിളായിട്ട് എടുക്കുക. അപ്പോൾ ഈ $100 ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, $100 ടോട്ടലി ട്രേഡബിൾ ആണ് എന്നതാണ് ഒരു അഡ്വാൻറ്റേജ്. അതായത് അതിൽ നമ്മൾ ഫുള്ളി ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ ഫണ്ടഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഓക്കെ ഹയർ എമൗണ്ട്സ് ഒക്കെയാണ്, $5,000 തരുന്നു അല്ലെങ്കിൽ $1,00,000 തരുന്നു. പക്ഷേ ഇൻ റിയാലിറ്റി അതിൻ്റെയൊക്കെ ഡ്രോ ഡൗൺ പെർസെൻറ്റേജ് എമൗണ്ട് മാത്രമേ നമുക്ക് ട്രേഡബിൾ ഉള്ളൂ എന്ന് കാര്യം മനസ്സിലാക്കുക. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ $5,000 ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഡെയിലി ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 5%, അതായത് $250 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ $250 ആണ് എനിക്ക് ശരിക്കും ഒരു ഡേയിൽ ട്രേഡബിൾ എമൗണ്ട്. അവിടാണ് നമ്മൾ ഒരു ഹിഡൻ കാര്യമുള്ളത്, അതായത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം. നമ്മൾ ചെയ്യുമ്പോൾ മേ ബി ഓക്കെ വലിയൊരു അക്കൗണ്ട് സൈസ് ആണ് എന്ന് പറയാമെങ്കിലും ഈ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യം. നിങ്ങളൊരു ലൈവ് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ബ്രോക്കർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക. അതായത് എങ്ങനെ ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ സ്ട്രാറ്റജി എത്രത്തോളം പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് മീൻസ് നിങ്ങൾക്ക് എത്രത്തോളം കേപ്പബിൾ ആണ് അത് ചെയ്യാൻ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം ഫണ്ടഡ് അക്കൗണ്ടിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇനിഷ്യലി നമ്മൾ കൊടുക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് നേരത്തെ പറഞ്ഞാൽ $50 ഒരു രജിസ്ട്രേഷൻ ഫീസാണ്. ആ $50 നിങ്ങൾ 3, 4, 5 തവണ ചിലപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് ട്രൈ ചെയ്യും. ഇപ്പോൾ 4 തവണ ആയപ്പോൾ തന്നെ $200 ആയി അല്ലേ. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ ബ്രോക്കറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ $200 ഫ്ലെക്സിബിൾ ആണ്. വലിയ രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു റിയാലിറ്റിയോട് അറിയുക. അതായത് $200 വെച്ചിട്ട് മാസം $2,000 ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഒരു തെറ്റായ എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ചെറിയ എക്സ്പെക്റ്റേഷൻസ് വെക്കുക. അതുപോലെ തന്നെ ലൈവ് അക്കൗണ്ട്സിൽ പ്രാക്ടീസ് ചെയ്ത് ഫ്ലെക്സിബിൾ ആയതിന് ശേഷം മാത്രം ഫണ്ടഡ് അക്കൗണ്ട്സിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സിനോട് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ ഫണ്ടഡിനെ അപ്രോച്ച് ചെയ്ത് ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാം, പക്ഷേ അത് അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല, ടൈം കൺസ്യൂമിങ് പ്രോസസ്സുമാണ്. പക്ഷേ രണ്ടാമത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, സൈക്കോളജി കാര്യങ്ങളെല്ലാം ക്ലിയർ ആയതിന് ശേഷമായിരിക്കും നിങ്ങൾ ഒരു ഫണ്ടഡിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പാസ് ആവാനും പറ്റും, പ്രോഫിറ്റബിളായി കൺസിസ്റ്റൻ്റായിട്ട് പോകാനും പറ്റും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.